ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അമുക്കുരം, അശ്വഗന്ധ എന്നൊക്കെ പറയുന്ന ഔഷധ സസ്യത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. ഗുണങ്ങൾ മാത്രമല്ല, എങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഗുണങ്ങൾ ലഭിക്കുന്നത്, ഏതൊക്കെ രോഗാവസ്ഥയിൽ എങ്ങനെ നമ്മൾ ഇത് കഴിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു ഔഷധ സസ്യത്തിനെ മലയാളത്തിലാണ് അമുക്കുരം എന്ന് വിളിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ ഇതിനെ അശ്വഗന്ധ, വാജീഗന്ധ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി തമിഴ് ലാംഗ്വേജിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിനെ അശ്വഗന്ധ എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ, പല ലൊക്കേഷൻസിൽ, പല പേരുകളിലാണ് ഈ ഒരു അശ്വഗന്ധ അറിയപ്പെടാറുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ മലയാളത്തിൽ അമുക്കുരം എന്ന് വിളിക്കുന്നു. ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് വിതാനിയ സോംനിഫെറ എന്നുള്ള ഒരു ബൊട്ടാണിക്കൽ നെയിമാണ് ഇതിനുള്ളത്. ഫാമിലി ആണെങ്കിൽ സൊളാനേസിയ എന്ന ഫാമിലിയിലാണ് ഇത് പെടുന്നത്. ഇത് നമ്മൾ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണിത്. ഇത് നമ്മൾ സാധാരണ നമ്മൾ റെഡിലി അവൈലബിൾ ആയിട്ട് ആ റോ ഫോമിൽ തന്നെ കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ കിട്ടാറില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇത് കഴിച്ചാലാണ് ഇതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുന്നത്? അതിനെ ശുദ്ധീകരിച്ച് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ ശുദ്ധീകരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാലിൽ ഇതിനെ പുഴുങ്ങിയെടുക്കാം. അപ്പൊ പാലിൽ അശ്വഗന്ധേനെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മളിത് ഷെയ്ഡിലിട്ട്, അതേപോലെ നമ്മൾ നല്ല നിഴലിലിട്ട് ഉണക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇതിന്റെ ഗുണം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഈ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള റോ ഫോമിലിനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും ഇതിന്റെ ഗുണങ്ങൾ. ഇങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ ഇനി പിന്നെ നമുക്ക് വീര്യ വിഭാഗത്തിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ്, ആയുർവേദത്തിന്റെ ഒരു ഡ്രഗ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന്റെ രസം, വീര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത് ഒരു രസം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്നിഗ്ധ ഗുണ, രസത്തിലേക്ക് പറയുകയാണെങ്കിൽ ഒരു സ്നിഗ്ധ ഗുണമാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് പോഷണം കൂടുതലായിട്ട് നൽകുന്ന ഒരു ഔഷധ സസ്യമാണ്, സ്നിഗ്ധ ഗുണമാണ്. വീര്യം പറയുകയാണെങ്കിൽ അതിൽ ഉഷ്ണവീര്യമായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് റിസർച്ചുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ് കൂടിയാണ് ഈ ഒരു അശ്വഗന്ധ. അത്രയ്ക്ക് മേൽ ഇതിന്റെ പ്രോപ്പർട്ടീസും ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അപ്പോ പലപ്പോഴും ഈ ഒരു ഗുണങ്ങൾ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ അതീതമായിട്ടുള്ള ഗുണങ്ങളാണ് ഈ ഒരു ഔഷധ സസ്യത്തിലുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും, ഈ പല അസുഖങ്ങളിലും ഇത് ഗുണം ചെയ്യാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഇത് മാനസികമായിട്ടുള്ള പിരിമുറുക്കമുള്ള അവസ്ഥകളിൽ, അതുപോലെ ഇപ്പൊ നമുക്ക് സ്ട്രെസ്, ടെൻഷൻ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥയിൽ ഇത് നല്ലൊരു ഒരു സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ അപസ്മാര രോഗികളിൽ ഈ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഉറക്കക്കുറവ് വരുന്ന അവസരങ്ങളിൽ, ഇപ്പൊ നമുക്ക് സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇൻസോമിനിയ കണ്ടീഷൻ, അത്തരം അവസ്ഥകളിലൊക്കെ ഈ ഒരു മെഡിസിൻ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് വാത കഫ രോഗങ്ങളുടെ ശമനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഔഷധം ഉപയോഗിക്കാം. അതായത് വാതരോഗങ്ങളെ ശമിപ്പിക്കാൻ, കഫരോഗങ്ങളെ ശമിപ്പിക്കാനൊക്കെ ഈ ഒരു ഔഷധം നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒട്ടിസം ഉള്ള കുട്ടികളിലും മുതിർന്നവരിലും ഇത് നമുക്ക് നല്ലൊരു സപ്ലിമെന്റ് ആണ്. സപ്ലിമെന്റ് മാത്രമല്ല, നല്ലൊരു ഔഷധമായിട്ട് പല ഔഷധങ്ങളിലും അത്തരം ഔഷധങ്ങളിൽ ഇത് ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അത്രയും കണ്ട് നല്ല ഇംപ്രൂവ്മെന്റ് തരുന്നതാണ് കേട്ടോ ഈ ഒരു ഔഷധം. പിന്നെ അതുപോലെ ഇതൊരു നെർവൈൻ ടോണിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ നമുക്കിത് ഈ ഒരു ഔഷധം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ നമുക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇപ്പൊ ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണെങ്കിൽ അതൊന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഈ ഒരു അശ്വഗന്ധ കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിലും അതുപോലെ ഗർഭശേഷവും പല രീതികളിലായിട്ട്, ചിലപ്പോൾ തൈലമായിട്ടായിരിക്കാം നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ലേഹ്യമായിട്ടായിരിക്കാം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഘൃതമായിട്ടായിരിക്കാം കൊടുക്കുന്നത്. അങ്ങനെ പല പല രീതികളിൽ നമുക്കിത് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഓർമ്മ കുറയുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അൽസിമേഴ്സ് ഡിസീസ് പോലത്തെ ഒക്കെ അസുഖങ്ങളിൽ നമ്മൾ ഇതിനെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തീരെ മെലിച്ചിലുള്ള ആളുകൾ ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഔഷധം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് കപ്പിൾസ്, ഭാര്യയ്ക്കും ഭർത്താവിനും ഗർഭധാരണം ആകുന്നതിന് കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട്, വന്ധ്യത ഉണ്ടെങ്കിൽ അത്തരം അവസരങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ സെക്ഷൽ ഇമ്പോർട്ടൻസി ഉള്ള അവസരങ്ങളിലും ഈ ഒരു ഔഷധം നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സെക്ഷൽ ഡെബിലിറ്റി എന്ന അസുഖമുള്ളവരും, അതുപോലെ നമുക്ക് സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു അശ്വഗന്ധ എന്ന ഡ്രഗ്, അമുക്കുരം എന്ന് പറയുന്ന ഡ്രഗിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സ് ടൈമിലൊക്കെ
നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് വരും. മനസ്സിലായോ? ഒരു സ്ഥിരതയില്ലാത്ത അങ്ങനെ മൂഡുകൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രശ്നം വരാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളിലും. ഈവൻ പുരുഷന്മാരിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ ഇത്തരം അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ഒരു ഔഷധം നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. ഓക്കെ. അതേപോലെ ഹോർമോണൽ ഇംബാലൻസിന് ഈ ഒരു ഔഷധം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ആന്റി ക്യാൻസറസ് ഡ്രഗും കൂടിയാണ്. ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ഒരു ഡ്രഗിന്. ഇതിന് നല്ല രീതിയിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ രീതിയിലും ഇത് ഫേമസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ യൗവനയുക്തരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഏവരെയും. അപ്പോൾ വൃദ്ധന്മാർക്ക് മാത്രമല്ല, ഏജിങ് ആയിട്ടുള്ള വൃദ്ധന്മാർ എന്ന് പറയുന്നതിലുപരി നമ്മളെല്ലാവരുടെയും മനസ്സ് യങ് ആയിട്ടിരിക്കാം, പക്ഷെ ശരീരം കൂടി യങ് ആവണമെങ്കിൽ നമുക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ആന്റി ഏജിങ്ങിനും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ചെറിയ കുട്ടികളിലൊക്കെ പോളിയോ പോലത്തെ രോഗങ്ങൾ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, പിള്ളവാതം പോലത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അത്തരം അവസ്ഥകളിൽ ചെറിയ കുട്ടികൾ, അതുകൊണ്ട് തന്നെ കൗമാര വൃത്തിയിലൊക്കെ നമ്മൾ അശ്വഗന്ധ ഒരുപാട് കാര്യങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. മെമ്മറി ബൂസ്റ്റിങ്ങിനായാലും ഇത്തരം പിള്ളവാതം പോലത്തെ അവസ്ഥകളിലായാലും നമ്മൾ കൗമാര വൃത്തി എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തില്. അതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗും കൂടിയാണ് ഈ ഒരു അമുക്കുരം അഥവാ അശ്വഗന്ധ. ഓക്കെ. പിന്നെ അമുക്കുരത്തിനെ നമ്മൾ ഒരുപാട് ഔഷധങ്ങളിൽ ഉപയോഗിക്കാറുമുണ്ട് കേട്ടോ. അപ്പൊ അത് പറയുകയാണെങ്കിൽ നമ്മൾ ധന്വന്തരം തൈലം, അതേപോലെ തന്നെ ബല അശ്വഗന്ധാദി തൈലം, അത് ബല അശ്വഗന്ധാദിയിലൊക്കെ നമ്മൾ ദേഹപുഷ്ടിക്ക് വേണ്ടിയിട്ട് തീരെ മെലിഞ്ഞ ആളുകളിലൊക്കെ നമ്മളിത് അഭ്യംഗം ചെയ്യാനായിട്ട് പറയാം, അതായത് ഓയിൽ മസാജ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അതുപോലെ ബാലപീഡകൾ, അതായത് നമുക്ക് എന്താ പറയാ, ചെറിയ കുട്ടികളിൽ വരുന്ന അസ്വസ്ഥതകൾ, ബാലപീഡകൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് തേച്ച് കുളിക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അശ്വഗന്ധാരിഷ്ടം, അതുപോലെ തന്നെ അശ്വഗന്ധ ലേഹ്യം, അശ്വഗന്ധാദി ലേഹ്യം. അശ്വഗന്ധാദി ലേഹ്യം എന്ന് പറയുമ്പോൾ അതിലേക്ക് ആടിന്റെ മാംസം കൂടിയും ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് അശ്വഗന്ധയില്. അപ്പൊ ഇതും വളരെയധികം ഇത് നമുക്ക് പെട്ടെന്ന് തടി വെപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ലേഹ്യം കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ അശ്വഗന്ധാദി ലേഹ്യം നമുക്ക് ഇപ്പൊ ഈ കാൽമുട്ട് അതിനൊക്കെ നമുക്ക് എന്താ പറയാ, ഈ ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ പോലത്തെ കണ്ടീഷൻസ് വരുമല്ലോ, മുട്ടിനൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന അവസ്ഥകൾ. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ കണ്ടീഷൻസ് അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ആമവാദം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, രക്തവാദം പോലത്തെ അസുഖങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാരായണ തൈലം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇത് അശ്വഗന്ധ അടങ്ങിയിട്ടുള്ള ഒരു തൈലം കൂടിയാണ്. ഈ ഔഷധങ്ങളിലൊക്കെ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാരായണ തൈലം നസ്യം, ബസ്തി, അതേപോലെ തന്നെ അഭ്യംഗം, ഈ മൂന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം കൂടിയാണ് നാരായണ തൈലം. അതില് നമ്മളുടെ ഒരു അശ്വഗന്ധ എന്നുള്ള ഈ ഡ്രഗ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ധന്വന്തര തൈലം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗർഭിണികളില് അതുപോലെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊക്കെ ശരീരം നല്ലതാക്കാനായിട്ട്, പുഷ്ടിക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതായിട്ട് പല സ്ത്രീകളിലും കാണാറുണ്ട്. വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് ധന്വന്തരം തൈലം. ശരീര പുഷ്ടിക്കും നല്ലതാണ്. പ്രസവശേഷം അല്ലാതെ മെലിച്ചിലും അതുപോലെ ശരീരവേദനയും ക്ഷീണമൊക്കെ ഉള്ള ആളുകൾ ഇത് തേച്ച് കുളിക്കുന്നതല്ല. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രഗ് തന്നെയാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ സയൻസിൽ ഒരുപാട് പെയിൻ കില്ലേഴ്സിന് ഈ ഒരു എക്സ്ട്രാക്ട്, അതായത് അശ്വഗന്ധ മുക്കുലം എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗിന്റെ എക്സ്ട്രാക്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് തന്നെ വാതഹരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു അമുക്കുരം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളില് അവർക്ക് നല്ല രീതിയിൽ പോഷണം ലഭിക്കാനായിട്ട് പലപ്പോഴും ആളുകൾ ഈ ഒരു അശ്വഗന്ധ അഥവാ അമുക്കുരം എന്ന് പറയുന്ന ഇത് മാംസപുഷ്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. അതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം തന്നെയാണ് മാംസപുഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് പ്രഗ്നൻസി കെയറിലും നമ്മൾ ഇത് ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഔഷധങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് കഴിക്കേണ്ട രീതിയും കൂടി നമുക്ക് പറയാം. കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ പാൽ കഷായമായിട്ട് ഇത് കഴിക്കാറുണ്ട്. അപ്പൊ പാൽ കഷായം എന്ന് പറയുന്നത് 30 ഗ്രാം അമുക്കുര എടുക്കുക, അതിലേക്ക് ഒരു ഉരി പാൽ ഒഴിക്കുക. പാലിലേക്ക് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കണം. അതായത് ഇതിന്റെ പാലെടുത്തതിന്റെ ഡബിളാണ് നമ്മൾ അതിൽ ഒഴിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് മധുരം ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ധന്വന്തരം ഗുളിക ആഡ് ചെയ്യുക. ഇത് ഭക്ഷണത്തിന് ശേഷം ഇത് പാലളവാക്കി നമ്മൾ വറ്റിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ധന്വന്തരം ഗുളികയും കൂടി ആഡ് ചെയ്യുക, മധുരം ചേർത്ത് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇത് ഈ രീതിയിൽ നമുക്ക് കഴിക്കുന്നത് ഇതിന്റെ കൂടുതൽ ഗുണങ്ങൾ കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലിൽ പുഴുങ്ങി
അതിനുശേഷം നമുക്കിത് ഷെയ്ഡിലിട്ട് ഉണക്കി അങ്ങനെയും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇതും വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാലിൽ ചേർത്ത് അശ്വഗന്ധ ചൂർണം ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഫാർമസികളിൽ. അത് നമുക്ക് പാലിൽ ചേർത്ത് ചെറു ചൂടുള്ള പാലിൽ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു ഔഷധമാണ് കേട്ടോ. പിന്നെ അതുപോലെ കണ്ണിന്റെ പ്രൊട്ടക്ഷന്, ഇപ്പൊ കണ്ണിന് വിഷം കുറവുണ്ട് അല്ലെങ്കിൽ തിമിരമുണ്ട്, തിമിരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് അമുക്കുരം വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം വരുത്താറുണ്ട്. അതിൽ ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അമുക്കുരം, അതുപോലെ തന്നെ ഉണക്ക നെല്ലിക്ക, ഇരട്ടി മധുരം, ഈ മൂന്നും കൂടി നല്ല രീതിയിൽ പൊടിച്ച് അത് നമുക്ക് സമമായിട്ട് പൊടിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യ്, 2 ടീസ്പൂൺ തേന്, അത് 1 ടീസ്പൂൺ എടുക്കുക ഈ ചൂർണം. അതിലേക്കാണ് നമ്മൾ 1 ടീസ്പൂൺ പശുവിൻ നെയ്യും 2 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കേണ്ടത്. ഏതെങ്കിലും ഒരു നേരം കഴിച്ചാൽ മതി, ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം കഴിക്കുക. ഇത് അതുപോലെ തന്നെ ഇത് നമുക്ക് സാധാരണ റോ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് കുറച്ചൊരു ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ആളുകൾ ഇത് റോ ഫോമിലാണ് കഴിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ അശ്വഗന്ധയുടെ ഇലകൾക്കും നല്ല രീതിയിൽ പ്രത്യേകതകളുണ്ട്. ഇലകളും നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് ഈ കുരുക്കളൊക്കെ വരുന്ന സമയത്ത്, ചൂടുകുരു പോലത്തെ പ്രശ്നങ്ങൾക്ക്, അതേപോലെ നല്ല പസ്ഫിൽഡ് ആയിട്ടുള്ള കുരുക്കൾ വരുന്ന അവസരത്തിൽ നമുക്ക് അശ്വഗന്ധയുടെ ഇലകൾ നമുക്ക് അരച്ച് അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസിലൊക്കെ അമുക്കുരത്തിന്റെ വേര് ഉപയോഗിക്കാറുണ്ട്. അമുക്കുരത്തിന്റെ വേരാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഇതിന്റെ കാര്യങ്ങൾക്ക്. ഈ ഒരു അസുഖങ്ങൾക്കൊക്കെ നമ്മൾ വേരാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അത് നമുക്ക് പാലിൽ പുഴുങ്ങിയിട്ടാണ് ചെയ്യേണ്ടത്. പാലിൽ പുഴുങ്ങിയിട്ടുള്ള അമുക്കുരത്തിന്റെ വേര് നമ്മൾ വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ കാൽമുട്ടിലാണെങ്കിലോ ഹിപ്പ് ജോയിന്റിലാണോ എവിടെയാണ് നിങ്ങൾക്ക് വേദന, അവിടെ നമുക്ക് ഈ വേദനയും നീരും ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കാറുണ്ട്. ഇതൊരു വേദന സംഹാരിയായിട്ട് നമുക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് സെക്ഷുവൽ ആയിട്ടുള്ള എബിലിറ്റി കുറവ്, എന്തെങ്കിലും അങ്ങനത്തെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ, അതേപോലെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകളുള്ള എല്ലാവർക്കും, അതുപോലെ ഇമ്പോർട്ടൻസി, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസുകൾ, അത്തരം ബുദ്ധിമുട്ടുകളുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു അമുക്കുരം എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് വളരെ ഫലവത്താണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ രീതികളിലൊക്കെ ഉപയോഗിക്കാനും ശ്രമിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി ഈ ഒരു മരുന്ന് ഉപയോഗിക്കുക. അപ്പൊ അവരിത് എങ്ങനെയാണ്, ഏത് അസുഖത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കൺസൾട്ടേഷനും ചെയ്യാനായിട്ട് സാധിക്കും. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മൾ ശ്രമിച്ചതിന്. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.